ഹായ് ഓൾ, RRSP TFSA അല്ലെങ്കിൽ FHSA പോലുള്ള അക്കൗണ്ടുകളിൽ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്താലുള്ള സിനാരിയോ പേടിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സസ് കോൺട്രിബ്യൂഷൻ നമ്മൾ ചെറിയൊരു ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിനപ്പുറത്തേക്ക് വേറെ ലയബിലിറ്റീസ് ഒന്നും നമുക്കതിന് മീതെയില്ല. യൂഷ്വലി ഇപ്പോൾ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട് TFSA ആണെന്ന് വിചാരിക്കുക. വൺ ഓഫ് ദ രജിസ്റ്റേർഡ് അക്കൗണ്ട് ആണ്. യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് കാനഡയിലുള്ള രജിസ്റ്റേർഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് RRSP, TFSA, FHSA, RESP. അപ്പോൾ ഇതിൽ മെയിൻ ഓവർ കോൺട്രിബ്യൂഷൻ സിനാരിയോസ് വരുന്നത് TFSA, RRSP അക്കൗണ്ടുകളിലാണ്. കാരണം രണ്ട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുകയും എംപ്ലോയർ കോൺട്രിബ്യൂഷനും പേഴ്സണൽ കോൺട്രിബ്യൂഷനും അതുകൂടാതെ പേഴ്സണൽ അക്കൗണ്ടുകളിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഓവർ കോൺട്രിബ്യൂഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഓവർ കോൺട്രിബ്യൂഷൻ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടൻസ് ലെറ്റർ CRAയിൽ നിന്ന് നമുക്ക് വരും. CRAയിൽ നിന്ന് ലെറ്റർ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ടൈംലി മാനറിൽ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. യൂഷ്വലി നമുക്കൊരു കറസ്പോണ്ടൻസ് ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ അഡ്രസ്സും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ വിവരങ്ങളും ഉണ്ടാകും. MyCRAയിൽ ലോഗിൻ ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം ഓവർ കോൺട്രിബ്യൂഷൻ വന്ന സിനാരിയോസ് എങ്ങനെയാണെന്നൊന്ന് നോക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്യുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് RC-243P എന്ന് പറയുന്ന പേപ്പറും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓൺ ദ ബേസിസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് CRAയിൽ നിന്ന് റെസ്പോൺസ് വരും. കറസ്പോണ്ടിംഗ്ലി മുന്നോട്ടുള്ള ഡിസിഷൻസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഗവൺമെൻറ് ഓഫ് കാനഡ വെബ്സൈറ്റിലോട്ട് പോവുക. അതിനുള്ളിൽ എക്സസ് TFSA കറസ്പോണ്ടൻസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. യൂഷ്വലി എക്സസ് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന സിനാരിയോസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കോൺട്രിബ്യൂഷൻ എക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലെറ്റർ വരും. ആ കറസ്പോണ്ടൻസ് ലെറ്റർ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കവർ ലെറ്റർ ഉണ്ടായിരിക്കുക. RC-243 പേപ്പർ അതിൽ അറ്റാച്ച് ചെയ്യുക. ഇനി അതിന് റെസ്പോൺസ് വരുന്നതിനെ ബേസ് ചെയ്തതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി പേയ്മെൻറ്റുകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കറസ്പോണ്ടിങ് ലിങ്കുകളുണ്ട്. നിങ്ങൾക്ക് അതിന് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് RRSPയുടെ കേസിലാണെന്നുണ്ടെങ്കിലും സെയിം തിങ്. ഓവർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ലിമിറ്റിന് മീതെ $2,000 വെച്ചിരിക്കുന്നത്. അതിന് മീതെ നമുക്ക് ഓവർ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ 1% പെർ മന്ത് എന്ന രീതിയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം അവിടെ ഒരു വേഴ്സ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു ടാക്സേഷൻ നമ്മളിൽ ഇംപ്ലൈ ആകും എന്നൊരു സിനാരിയോ മാത്രമേ അവിടെയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് ഓഫ് കാനഡയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഫെമിലിയർ ആവുക. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്നുള്ള ആസ്പെക്റ്റ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റുകൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ചാനലൊന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും ഒരു കണ്ടൻറ്റായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്